പ്രതിരോധ രംഗത്ത് തുർക്കിയുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇപ്പോൾ ചർച്ചയാണ്. തുർക്കി തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും ദൈർഘ്യമേറിയ ബാലിസ്റ്റിക് മിസൈലായ ടൈഫൺ മിസൈൽ ഇതിന്റെ ഹൈപ്പർസോണിക് പതിപ്പാണിത്. ഇസ്താംബുളിൽ നടന്ന ഇന്റർനാഷണൽ ഡിഫൻസ് ഇൻഡസ്ട്രി ഫെയർ 2025 ചൊവ്വാഴ്ച ടൈഫൺ ബ്ലോക്ക് 4 മിസൈൽ പുറത്തിറക്കി. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ, അതായത് ഒരു മണിക്കൂറിൽ ഏകദേശം 3800 മൈൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. ഹൈപ്പർസോണിക് മിസൈലുകൾ അങ്ങനെയുള്ളവയാണ്. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രാരംഭ പരീക്ഷണങ്ങൾ 2022 അവസാനവും 2023 തുടക്കത്തിലും നടന്നു. 2023 ഉൽപാദനം വേഗത്തിലായി. നിലവിൽ ഉയർന്ന ഇടത്തരം വരുമാനമുള്ള വളർന്നുവരുന്ന രാജ്യങ്ങളിലൊന്നായി തുർക്കി കണക്കാക്കപ്പെടുന്നു. അതിന്റെ സമ്പദ് വ്യവസ്ഥ നാമമാത്രമായ അടിസ്ഥാനത്തിൽ ലോകത്തിലെ 16ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും പർച്ചേസിംഗ് പവർ പാരിറ്റി ക്രമീകരിച്ച GDP-യുടെ അടിസ്ഥാനത്തിൽ 12ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുമാണ്. ലോകത്തിലെ 15ാമത്തെ വലിയ വൈദ്യുതി ഉൽപാദക രാജ്യം എന്ന നിലയിൽ പ്രാദേശിക ഊർജ്ജ ഗതാഗത ഒരു സുപ്രധാന കേന്ദ്രമായി മാറാനും തുർക്കി ലക്ഷ്യമിടുന്നുണ്ട്. ഇതൊരു ഏകീകൃത പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക് കൂടിയാണ്. തുർക്കിയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം കാരണം അതൊരു പ്രധാന നാറ്റോ അംഗരാജ്യമാണ്. 1952 നാറ്റോയിൽ ചേരാനുള്ള തുർക്കിയുടെ പ്രധാന കാരണം രണ്ടാം ലോക മഹായുദ്ധാനന്തരം സോവിയറ്റ് യൂണിയനിൽ നിന്നും ധാരാളം ഭീഷണികൾ ഉണ്ടായിരുന്നു. അതിനെ ചെറുക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അങ്ങനെ അംഗത്വം എടുത്തത്. സോവിയറ്റ് യൂണിയൻ തുർക്കിയുടെ കിഴക്കൻ പ്രവിശ്യകളിലും ഡാർഡനല്ലസ് കടലിടുക്കിലും അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ ഒറ്റയ്ക്ക് ഈ ഭീഷണികളെ നേരിടാൻ തുർക്കിക്ക് സാധിച്ചില്ല. പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം ഉറപ്പാക്കാനും സോവിയറ്റ് യൂണിയനെതിരെയുള്ള പ്രതിരോധം ശക്തിപ്പെടുത്താനും നാറ്റോ അംഗത്വം അനിവാര്യമായി മാറി. ശീതയുദ്ധത്തിന് ശേഷവും തുർക്കി നാറ്റോയുടെ ഭാഗമായി തുടർന്നു. സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയുമാണ് ഈ രാജ്യം. എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? തുർക്കി പ്രതിരോധ സ്ഥാപനമായ റോക്കറ്റ്സാൻ വികസിപ്പിച്ചെടുത്ത ടൈഫൺ ബ്ലോക്ക് 4ന് 2300 കിലോഗ്രാം ഭാരമുണ്ട്, 6.5 മീറ്റർ നീളമുണ്ട്, 800 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. വേഗതയും കൃത്യതയുമാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. നിയന്ത്രിക്കാനും ലക്ഷ്യത്തിൽ മാറ്റം വരുത്താനുമാകും. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, സൈനിക ഹാങ്ങറുകൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നീ തന്ത്രപ്രധാന ഇടങ്ങൾ കിലോമീറ്ററുകൾ അകലെ നിന്ന് നശിപ്പിക്കാൻ സാധിക്കും. ടൈഫൺ ബ്ലോക്ക് 4 ബാലിസ്റ്റിക് മിസൈൽ ടൈഫൺ മിസൈലിന്റെ ഹൈപ്പർസോണിക് പതിപ്പാണ്. തുർക്കിയിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ മിസൈൽ കൂടിയാണിത്. ഉയർന്ന കൃത്യത ഉറപ്പുവരുത്തിയാണ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നാവിക കപ്പലുകൾ ഉൾപ്പെടെ ഏകദേശം 5 മീറ്റർ മാർജിനിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കും. തുർക്കിയുടെ പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ കിഴക്കൻ മെഡിറ്ററേനിയനിലെയും സമീപ പ്രദേശങ്ങളിലെയും ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ശേഷിയുള്ളതാണ്. ഭാവിയിലെ വിപുലീകരണത്തിലൂടെ ദൂരപരിധി 1000 കിലോമീറ്റർ ആക്കാനാകും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികൾക്കിടയിൽ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയ്ക്കായുള്ള മത്സരം ഇപ്പോൾ അതിശക്തമാണ്. ഇതിനിടെയാണ് തുർക്കി തങ്ങളുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പുറത്തിറക്കിയിരിക്കുന്നത്. പെഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം താറുമാറാവുകയും സൈനിക നീക്കം ശക്തമാവുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാൻ സമ്മർദ്ദത്തിലായപ്പോൾ തുർക്കിയുടെ പിന്തുണ പാകിസ്ഥാന് ലഭിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ബൈരക്തർ TB2 ഡ്രോണുകൾ ഉപയോഗിച്ചതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.